ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ. കറണ്ട് എണീച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തോ നിർണ്ണയം എടുക്കുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ചില ആൾക്കാരുടെ പേഴ്സൺ നിർണ്ണയം എടുത്തു കഴിഞ്ഞു, ചില ആൾക്കാരുടെ പേഴ്സൺ നിർണ്ണയം എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ വിചാരിക്കുന്നത് എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എടുക്കണം, മറ്റുള്ളവരുടെ സപ്പോർട്ടോ ഒന്നും ഞാൻ നോക്കാതെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് തീരുമാനം എടുക്കണം. മറ്റുള്ളവരുടെ സപ്പോർട്ട് ചോദിക്കുകയാണ് എങ്കിൽ എനിക്ക് എൻ്റെ തീരുമാനം എടുക്കുവാൻ പറ്റുകയില്ല. ചിലപ്പോൾ അവർ പറയും ഈ തീരുമാനം തെറ്റാണെന്ന്. അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടത്തോടെ വേണം ഞാൻ എടുക്കുവാൻ എന്നുള്ള ആ ഒരു എനർജിയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ് ഉള്ളത്. ഇവർ എപ്പോഴും ഒരു രാത്രി മുഴുവനും ഓരോ കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് തീരുമാനം എടുക്കാം എന്നാണ് ഇവർക്ക് തോന്നുന്നത്. മറ്റൊരാളോടൊന്നും സംസാരിക്കാതെ, ആരോടും അഭിപ്രായം ചോദിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഇൻജസ്റ്റിസ് ആവരുത് എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. അതായത് ഇവർ കാരണം മറ്റൊരാൾക്ക് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല, മറ്റൊരാളുടെ മേൽ ഒരു ശാപവും ഇവരുടെ മേൽ വരാൻ പാടില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് നിർണയം എടുക്കുന്നുണ്ടെങ്കിലും ഒരു സ്ട്രെങ്തിൻ്റെ ആവശ്യം ഇവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആഗ്രഹം, മനസ്സിൻ്റെ ആഗ്രഹം എന്തെന്ന് വച്ചാൽ ഇവർ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിന് ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മനസ്സിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ഫാമിലി എഗ്രി ചെയ്യത്തില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുകയാണ്. കാരണം ഇവർ ഒരിക്കലും തന്നെ ആഗ്രഹിക്കുന്നില്ല ഫാമിലി സപ്പോർട്ട് ചെയ്യാതിരിക്കണമെന്ന്. സപ്പോർട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഇവർ ഒത്തിരി സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരുടെ ഫാമിലി മാത്രമാണ് എഗ്രി ആകുന്നത്. കൂടുതൽ ആൾക്കാരുടെയും ഫാമിലി സ്ട്രിക്റ്റ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഇവരുടെ എനർജിയെ കൺട്രോളിൽ വയ്ക്കുകയാണ്. കാരണം ശരിയായ ഒരു സമയം എത്തിയാൽ മാത്രമേ ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരുടെ എനർജി ഇപ്പോൾ കൺട്രോളിൽ വയ്ക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ മൈൻഡിൽ എന്താണ് എന്ന് ചോദിച്ചുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ബന്ധനത്തിലും ബന്ധരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തരായി ഒരു ഡിസിഷൻ എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കത്തില്ല. ഇവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട്. ഇവർ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതും എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ നെഗറ്റിവിറ്റി ഇവിടെ ആ ഒരു പ്രഭാവം മാറ്റണമെങ്കിൽ എൻ്റെ പേഴ്സൻ്റെ ആ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. എങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള തീരുമാനം എനിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ തീരുമാനവും കൂടെ വേണം ഇവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് നിങ്ങളെ മാരേജ് ചെയ്യണമെങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഇവർ ഒരു ഡിസിഷൻ എടുക്കാൻ എന്നാണ്. ഇവിടെ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ സിറ്റുവേഷനും ബാലൻസ് ആക്കിയിട്ട് ഇവർ നിങ്ങളുടെ കൂടെ ന്യൂ ബിഗിനിങ് ചെയ്തില്ല എങ്കിൽ ഇവർ കെയർ ഫ്രീ ആയിട്ട് ബിന്ദാസ് ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് തീരുമാനമെടുത്ത് നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി റീഡിങ്ങിലൂടെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്ന്. ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം.
ഇവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യൂണിയനാണ്. നിങ്ങളുടെ പേഴ്സൺ യൂണിയൻ ആവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട്. കറണ്ട് എനർജി നോക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോഴും അവർക്ക് യൂണിയൻ ആവണം നിങ്ങളുമായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനിൽ അപ്പോൾ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിയൻ റിലേറ്റഡ് ആയിട്ട് തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിട്ട് വയ്ക്കുക. കാരണം ഇവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ ഓപ്പണായി പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വരുന്നതായിട്ട്, നിങ്ങൾ കരയുന്നതായിട്ടുമുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു യൂണിയനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാകാം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. ഇവിടെ നെക്സ്റ്റ് എനർജി വന്നിരിക്കുന്നത് ആരൊക്കെയാണോ യൂണിയനിലുള്ളത് അവർക്ക് 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു ട്രിഗർ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രിഗർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ട്രിഗർ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും. അതായത് ആയപ്പോൾ നിങ്ങൾ ഭയങ്കരധികം സന്തോഷിച്ചു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ട്രിഗർ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇമോഷണൽ എനർജിയിൽ വന്നിട്ടാണ് ഇങ്ങനെ ട്രിഗർ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം വളരെ ഒരു എന്താ പറയുക അവെയറായിട്ടിരിക്കുക. കാരണം ഈ ഒരു റീഡിങ് കണ്ടിട്ടും നിങ്ങൾക്ക് ട്രിഗർ കിട്ടുന്നുണ്ട് എങ്കിൽ പിന്നെ റീഡിങ് കണ്ടത് കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് നിങ്ങൾ അവെയറായിട്ടിരിക്കുക. ഹൃദയവും ആത്മാവും എന്താണോ പറയുന്നത് അത് കേൾക്കത്തില്ല. വായിൽ നിന്ന് എന്താണോ പറയുന്നത് സഡനായിട്ടായിരിക്കും പറയുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. കാരണം ഇവർ ഹൃദയം കൊണ്ട് പറയുന്നതായിരിക്കത്തില്ല. ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് കാണുന്നത്. അപ്പോൾ 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്റ്റിലുള്ളവർക്ക്, നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയനിലാവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ട്രിഗർ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒന്ന് അവെയറായിട്ടിരിക്കുക. പറ്റുമെങ്കിൽ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, ക്രൗൺ ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. കാരണം ഒരു ബ്ലോക്കേജസ് മാറാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കൂടുതലും ഗ്രീൻ കളർ ഡ്രസ്സോ അല്ലെങ്കിൽ മെജന്ത കളറോ പർപ്പിൾ കളറോ ലാവണ്ടർ കളറോ ഡ്രസ്സോ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും ആ കളറിലുള്ളത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് എന്ത് കാര്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുക. പിന്നെ എല്ലാം നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. കുറച്ചൊന്ന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഏഞ്ചൽസ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഏഞ്ചൽസിൽ ബിലീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നല്ലതാണ്. കാരണം ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസ് അതിനൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.